പ്രാർത്ഥനയുടെ സുവിശേഷം എന്നറിയപ്പെടാൻ കാണും. എഴുത്തുകാരനായിരിക്കുന്ന ഡോക്ടർ ലൂക്ക് പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന മുൻതൂക്കമാണ് അതിൻ്റെ പിന്നിലെ കാണും. നസറേനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ട്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കൂടുതൽ ചിത്രീകരിച്ചിരിക്കുന്ന ആരാ? ഈ വൈദ്യനായിരിക്കുന്ന ലൂക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞെങ്കിലേ ചിലപ്പോൾ മനസ്സിലാകത്തുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ പറയാം, യേശു സ്നാനമേറ്റപ്പോൾ ആത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങിയെന്ന് മത്തായി മാർക്കോസൊക്കെ എഴുതുമ്പം വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് അങ്ങനെയല്ല എഴുതുന്നത്. യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ടോ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന മുൻതൂക്കം കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ എന്തെന്നറിയാമോ? യേശു ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്ന് മത്തായി മാർക്കോസൊക്കെ എഴുതുമ്പോഴത്തേക്ക് ലൂക്കോസ് അങ്ങനെയല്ല എഴുതുന്നത്. ദൈവമേ, എൻ്റെ ആത്മാവിനെ തൃക്കൈ ഞാൻ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഉറക്കം നിലവിളിച്ചെന്ത് ചെയ്തു? പ്രാണനെ വിടുവാനിടയായി തുറന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ മറുരൂപമുലയിൽ പ്രാർത്ഥിച്ചപ്പോൾ രൂപാന്തരപ്പെട്ടു എന്ന് മത്തായി മാർക്കോസൊക്കെ എഴുതുമ്പോഴത്തേക്ക് വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് അങ്ങനെയല്ല എഴുതുന്നത്. പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ബാക്കി പറ മുഖഭാവം മാറി. അല്ല, വല്ല മാറ്റം വേണോ? പ്രാർത്ഥിക്കണമല്ലേ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഞാൻ എന്തിനാ ഈ സന്ദേശം നിങ്ങൾ പറയുന്നത്? ഈ 19ാമത്തെ ദിവസം കുഞ്ഞ് വല്ല മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? വല്ല മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ കുറച്ച് ശബ്ദമെടുത്തുകൊണ്ട് ഒന്നും കാര്യമില്ല. പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരും, നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് മാറ്റം വരും, നമ്മുടെ തലമുറയ്ക്കകത്ത് മാറ്റം വരും, നമ്മുടെ സഭയ്ക്കകത്ത് മാറ്റം വരും, നമ്മുടെ ദേശത്ത് മാറ്റം വരും. വിശ്വസിക്കുക, നമ്മുടെ കുടുംബജീവിതത്തിൽ മാറ്റം വരാം. വിശ്വസിക്കുന്നവരുടെ കരമടിച്ച് മത്തായി മാർക്കോസും പറയുന്ന 12 ശിഷ്യന്മാരെ യേശു വിളിച്ചു എന്നാ അത്രേ എഴുതുന്നുള്ളൂ. അങ്ങനെ വിളിച്ചു, 12 പേരെ വിളിച്ചു. പക്ഷേ ലൂക്കോസ് അങ്ങനെയല്ല എഴുതേ. രാത്രി മുഴുവൻ ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു. നേരം വെളുത്തപ്പോൾ 12 പേരെ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന മുൻതൂക്കം കണ്ടോ അല്ലേ? അതുകൊണ്ടാണ് വേദ പണ്ഡിതന്മാർ ഈ സുവിശേഷത്തെ പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒന്നുകൂടെ കരമുയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചേ. ഞാനിങ്ങനെ പറഞ്ഞ് ആ മുഖവരയ്ക്ക് അടിവര ഇടുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാനിടയായി തീരും. 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ ത്രിവിധ സ്വഭാവങ്ങൾ വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വേദഭാഗം. അധികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ പോയിന്റ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. വളരെ തിരക്കുള്ളപ്പോഴും ആര് പ്രാർത്ഥിക്കുമായിരുന്നു? യേശു പ്രാർത്ഥിക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് ഞാൻ സാവധാനം പറയുന്നുണ്ട്. വളരെ തിരക്കുള്ളപ്പോഴും യേശു പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് അല്ല. ഇനി നോക്കിയേ, ഈ വാക്യത്തിൻ്റെ ഘടന നിങ്ങൾ നോക്കിയേ. അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജനമായ സ്ഥലത്ത് ചെന്ന് യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിക്കും. പിന്നെ എന്തുകൊണ്ടാണ് അധികാലമെന്ന് മാത്രം പറയാതിരുന്നത്? അധികാലം എന്ന് പറയുമ്പോൾ 6 ആകാം, 6:15 ആകാം, 6:30 ആകാം അല്ലേ? നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ ചിലപ്പോൾ അത് 4 ആകാം, 4:30 ആകാം, 5 ആകാം, 5:30 ആകാം. പ്രൈസല്ലോ. നോക്കിയേ, അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജനമായ സ്ഥലത്ത് എന്ന് പ്രാർത്ഥിക്കും. പ്രൈസല്ലോ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ നല്ലോണം ജീവിക്കുന്ന തന്നെ നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന അല്ലേ? പിതാക്കന്മാർ ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെയാണ് രാവിലെ എഴുന്നേൽക്കുക വെച്ചാൽ വളരെ ചുരുക്കമാണ്. 8 മണിക്കൊക്കെ അലാറം വെക്കുന്നവർ ഉണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒരു 7 എനിക്ക് ഇത് 21 അല്ലേ ശ്രദ്ധിച്ചു കേട്ടാ. 7 ദിവസം ഉപവാസ പ്രാർത്ഥന നമ്മുടെ വെക്കേഷൻ അവധിക്ക് ഇങ്ങനെ വെച്ചു. തീരാൻ പോകുന്ന സമയം വെക്കേഷൻ. അപ്പം പിള്ളേരെല്ലാം കൂടെ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞ് പാസ് അവർ തീരുമാനിച്ചുകൊണ്ടാണ് അന്ന് ഞായറാഴ്ച വന്ന് പറഞ്ഞ് യോഗം പിരിഞ്ഞുകൊണ്ട് പറഞ്ഞ്
ഞാൻ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, നമുക്ക് എല്ലാവർക്കും ഒന്ന് സന്തോഷിച്ച് ഒരു ട്രിപ്പൊക്കെ നടത്താമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്ത്, എവിടെ പോകാനും? കന്യാകുമാരിക്കോ? ഞാൻ ചോദിച്ചാൽ എന്തിനാണ് കന്യാകുമാരിക്ക് പോകുന്നത്? സൂര്യോദയം കാണാൻ. അപ്പോൾ ഈ പെട്ടെന്ന് ദൈവം എനിക്ക് എന്തായാലും ആ ഒരു ചിന്ത വന്നു. കാരണം അവിടെ ടൂറിന് പോയി കഴിഞ്ഞാൽ ഈ യോഗം 7 ദിവസം യോഗം നടക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ച്, ഓതറയിലെ സൂര്യോദയം കണ്ടവർ എത്ര പേരുണ്ടെന്ന്? ഓതറയിൽ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരാണ് ഓതറ. അവിടെ ദൈവാദിനത്തിൽ ഒറ്റ ഒരാൾ പോലും കൈ പൊക്കിയില്ല. എന്ന് വെച്ചാൽ എന്നിട്ട് പോവുക, വണ്ടിക്കൂലും അടങ്ങി കന്യാകുമാരിക്ക് സൂര്യോദയം കാണാം. നമ്മുടെ ഈ വെളിനാട്ട് സൂര്യോദയം ആരും കണ്ടിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഇത് കണ്ടിട്ടില്ല, നമ്മളെവിടെ പോവാ? കന്യാകുമാരിക്ക് കാണാൻ പോവുക. ദൈവമക്കളെ, രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ സമയം ഞാൻ ഇന്ന് 2:30 എഴുന്നേറ്റ്, എന്നിട്ട് ഞാൻ 2:30 എഴുന്നേറ്റ് 4 മണിക്ക് വരെയാണ് എൻ്റെ പ്രാർത്ഥന. എന്നിട്ട് ഞാൻ പിന്നെ ഒന്നും കിടക്കും. എന്നിട്ട് പിന്നെ മോക്ക് വേണ്ടി ഞങ്ങൾ എന്തെന്നറിയാമോ, 6 മണിക്കാണ് എഴുന്നേൽക്കും. പിന്നെ ഒന്ന് കിടക്കും. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റ് എന്നിട്ട് പ്രാർത്ഥിക്കത്തുള്ളൂ. കല്ലേ, അന്നേരം മോളെ കൂടെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന കാര്യമാണ്. എൻ്റെ ഫോണിൻ്റെ അകത്ത് ഇങ്ങനെ അലാറം ആ സമയത്ത് സെറ്റ് അലാറം അടിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി എന്തും ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എഴുന്നേറ്റ് വരുവാനിടയായിത്തീരും. ഞാൻ പറയട്ടെ, ഒന്ന് പ്രഭാതത്തിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, നമ്മുടെ ശുശ്രൂഷയുടെ ലെവൽ മാറും, നമ്മുടെ സ്ഥിതി മാറും. വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഞാൻ ഒരു പ്രസംഗം അല്ല പ്രസംഗിക്കുന്നത്, നിങ്ങളുടെ ചിലത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് ഇരിക്കാൻ ചിലപ്പോൾ മനസ്സ് വരത്തില്ല അല്ലേ? ഒന്ന് ഇരുന്ന് നോക്കി, നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. പ്രാർത്ഥനാ മുറിക്കകത്ത് ജീവിയെ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല, ആർക്കും പിടിച്ചാൽ നിർത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അല്ല, അവനെ പ്രായി ഒതുക്കാൻ കഴിയത്തില്ല, ചങ്ങലിട്ട് ഒതുക്കാൻ കഴിയത്തില്ല, അവനെ ബ്ലോക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അവനങ്ങ് പുറപ്പെടും. കാരണം അവനെ നയിക്കുന്നത് ആ പ്രാർത്ഥനയുടെ ശക്തിയാണ്. വിശ്വസിക്കുന്നുണ്ടോ? നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ നമ്മുടെ ഈ ഒറ്റശേഖരമംഗലത്ത് ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഈ തിരുവനന്തപുരത്തെ പ്രത്യേകത അവർ ചിലപ്പം ഞങ്ങളുടെ അവിടെ അങ്ങനെ ഇല്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ 4 ദിവസത്തെ കൺവെൻഷൻ ആണെങ്കിൽ 4 പേരായിരിക്കും പ്രസംഗം. ഇവിടെ അങ്ങനെയല്ല, 3 ദിവസമാണ്, ഒരു മാസം. എന്നിട്ട് ഞാനൊരിക്കൽ ചോദിച്ച് ഒറ്റശേഖരമംഗലത്ത് ഒരു ദൈവദാസനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഞങ്ങളവിടെ അങ്ങനെ കൊടുക്കത്തില്ല, 3 ദിവസം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പം, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷയം അവിടെ ഇവിടെ കിട്ടിയാൽ പോരെ, എല്ലാം മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ 1-ാം ദിവസം പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2 നില വീട് മേളിൽ എനിക്ക് ക്രമീകരിച്ചു. അവിടെ AC സംവിധാനമൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഒരു പാട്ട് പാടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. 2-ാമത്തെ ദിവസം അതിപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ വന്നു, പ്രസംഗം കഴിഞ്ഞിട്ടാണ് വിശ്രമിക്കുന്നത്. ഞാനൊരു പഴയ ഗാനം പാടിയതാണ്. പരമരാജ ഗുരുവാരനേ സ്തുതിക്കുന്നു ദീനം തോറും ആദിരാവിലെ, ഓ പരമരാജ ഗുരുവാരനേ സ്തുതിക്കുന്നു ദിനം തോറും ആദിരാവിലെ, ഓ താരിക നാഥ പുതിയ വരം അരുളുക രാവിലെന്നേഴകൾക്ക്, താരിക നാഥ പുതിയ വരം അരുളുക രാവിലെന്നേഴകൾക്ക്. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കും പുതിയ മന്ന, ഏഴകളായി ഞങ്ങൾക്ക് ഇടുകാം, ഏഴകളാ ഞങ്ങൾക്ക് ഇടുകാം. ഈ പാട്ടൊക്കെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് വിശ്രമിക്കുക. 8 മണി ആയപ്പോഴത്തേക്ക് താഴെ നിന്നൊരു കോൾ വന്നു. താഴത്തെ നിലയിൽ നിന്ന് അവിടുത്തെ ആൻറ്റി വിളിച്ച്, പാസ്റ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.
ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കസേര ഇരുന്ന് അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചു. അപ്പോൾ +2 പഠിക്കുന്ന അവിടുത്തെ മകള് എൻ്റെ അടുത്ത് നിന്നിട്ട് പറയാ, പാസ്റ്റങ്ങൾ ഇങ്ങനെ പുതിയൊരു പാട്ട് പാടിയാണല്ലോ രാവിലെ പ്രാർത്ഥിച്ചത്. ഇത് പാസ്റ്റങ്ങൾ എഴുതിയ പാട്ടാണ്. എൻ്റെ ദൈവമേ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരു പാട്ട് പോലും എഴുതിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ അവിടെ പ്രഭാത പ്രാർത്ഥന ഇല്ലെന്ന് മനസ്സിലായി. ഇന്ന് നമ്മുടെയൊക്കെ പരാജയത്തിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഈ പ്രാർത്ഥന ഇല്ലാത്തതാണ്. നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വന്നേ, നമ്മുടെ സ്ഥിതി മാറും. ദൈവം മക്കളെ, നമ്മുടെ സ്ഥിതി മാറും. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഇനി തലയിൽ തുണി ഇട്ടുകൊണ്ട് എന്നോട് പ്രവചിക്കണമെന്ന് പറയേണ്ടി വരത്തില്ല. നമ്മുടെ നാവ് പ്രവചിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ഒന്ന് ഇരുന്നത് പ്രാർത്ഥിച്ച് നോക്കിയേ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിത്തീരും. നല്ലൊരു കർത്താവിന് കൊടുത്താട്ടെ. ഞാൻ പറയട്ടെ, നോക്കി, നിർജ്ജനമായിരിക്കുന്ന സ്ഥലം അവിടെ കിടപ്പുണ്ട്. അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ എഴുന്നേറ്റ് പുറപ്പെട്ട് നീ നിർജ്ജനമായ സ്ഥലത്ത് മുട്ടുമടക്കം. ഞാൻ ഇങ്ങനെ പറയാം, പ്രശ്നത്തിന്റെ കുരുക്ക് മുറുകുന്നതിന് മുമ്പ്, പ്രശ്നം വല്ലാതാകുന്നതിന് മുമ്പ് ഒരുക്കപ്പെട്ട നിർജ്ജനമായ സ്ഥലമുണ്ട്. ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിശാചിന്റെ കുരു കഴിക്കുവാൻ എന്റെ ദൈവത്തിന്റെ കഴിവെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുമോ? അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എൻ്റെ കൊച്ചിലേക്ക് കണ്ടിരിക്കുന്ന ഞാൻ പ്രസംഗം അങ്ങ് പോകും. അപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ പാസ്റ്റപ്പച്ചനെ വിളിച്ച് പാസ്റ്റാൻ്റെയും വിളിച്ച് ഒരു പായിട്ട് നമ്മൾ ഉടനെ എന്താ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളെന്താ ഞങ്ങളെ പാസ്റ്റർമാരെ വിളിക്കും ഇവിടെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് പോകാൻ പ്രാർത്ഥിച്ച് വിടാൻ വേണ്ടി. ഞാൻ കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു തുള്ളി മരുന്ന് എൻ്റെ ശരീരത്തിൽ പോയി. എനിക്ക് 3 മക്കളുണ്ട്. ഒരാൾ MBA കഴിഞ്ഞു, ചെറിയ ജോലി പ്രവേശിച്ചു. ഒരാൾ BSc റേഡിയോളജി കഴിഞ്ഞ് ട്രെയിനിങ്ങിന് കയറി ഗുജറാത്തിൽ. മോള് +2 പഠിക്കുന്നത്. അവർ 3 പേര് ഹോസ്പിറ്റലിൽ പ്രസവിച്ചെന്നേ ഉള്ളൂ. ഒരു തുള്ളി മരുന്ന് പോയിട്ട്. ആദ്യത്തെ മകൻ്റെ ഡെലിവറിക്ക് വേണ്ടി എന്തെന്നറിയാമോ, 9ാമത്തെ മാസമാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നപ്പോഴത്തേക്ക് ഒരു ഡോക്ടറെ പോയി കണ്ട് മരുന്ന് കഴിക്കാൻ വേണ്ടിയില്ലേ ഇങ്ങനെ ഞങ്ങൾ കേരളത്തിലേക്ക് പോവുകയെന്ന് പറഞ്ഞു. ഇത് എവിടെ മരുന്ന് കഴിക്കുന്നത്? ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലാണ്. അന്ന് ചുമ്മാ കള്ളം പറഞ്ഞു. അപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ എന്തെന്നറിയാം പ്രാർത്ഥിച്ച് ഇവിടെ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആശുപത്രി കാണിച്ചെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പം അച്ഛനും അമ്മാമ്മയൊക്കെ എന്തെന്നറിയാമോ ആശുപത്രി കൊണ്ടവിടെ കാണിച്ച് മരുന്ന് മേടിക്കും, കഴിക്കത്തില്ല. അല്ലേ, ലാസ്റ്റ് ഇങ്ങനെ ഡെലിവറി സമയത്ത് എന്തെന്നറിയാമോ പിന്നെ പൊക്കിക്കൊണ്ട് പോയി ഹോസ്പിറ്റലിൽ പ്രസവിച്ചെന്നേ ഉള്ളൂ. കല്ലേരിയ ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്തെന്നറിയാമോ, എനിക്ക് ഈ കൊറോണയുടെ തീവ്ര സമയത്തില്ലേ, ഞങ്ങളുടെ ബന്ധുക്കൾക്ക് പോലും അറിയത്തില്ല. ആ സമയത്താണ് കൊറോണ വന്നത്. അപ്പോൾ ഓരോരുത്തരെ പോയിക്കൊണ്ടിരിക്കുക, അവിടെയൊക്കെ അടച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്തെന്നറിയാമോ, ഞങ്ങൾ വീട്ടിൽ തന്നെ ആരോടും പറയാം, ഞങ്ങൾ കുടുംബമായിട്ട് കൊറോണ വന്നു. ആ സീരിയസ് സമയത്താണ്. നിങ്ങൾ ചിന്തിക്കണം, അല്ലേ, എണ്ണപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കൊറോണ സമയം. അപ്പോൾ വിശ്വാസികളൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. ചൂടുവെള്ളം ഫോൺ കട്ട് ചെയ്യും, എന്നിട്ട് അല്പം ചൂടുവെള്ളം കുടിച്ചിട്ട് ശബ്ദമൊക്കെ ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കാനായിരിക്കും. ഉടനെ എന്ത് ചെയ്യും, അല്പം ശക്തിക്ക് പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥിച്ച് ആവശ്യമായിട്ട് വീണ്ടും പറയാഞ്ഞത് കാരണം അവർ പൊക്കിക്കൊണ്ട് ആശുപത്രി പോകുമെന്ന് വിചാരിച്ച. ഞാൻ പറഞ്ഞിട്ട് നിർജ്ജനമായ സ്ഥലമുണ്ട്, ഉരുക്ക് മുറുകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു നോക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണും. വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, നമ്മൾ പരാതിപ്പെടണ്ട, നമ്മളൊന്ന് മുട്ടുമടക്കുക. ഏത് പ്രശ്നത്തിന് പരിഹാരം തരാൻ എന്റെ ദൈവത്തിന് കഴിയും.
ആരെ വായിച്ച മോൻ? 35 വായിച്ചു, 36 വായിച്ച മോനെ. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. ആരെ അന്വേഷിക്കുന്നു? ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും, പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? പ്രാർത്ഥിക്കുന്നവനെ ജനം അന്വേഷിക്കാൻ പോവുകയാണ്. നീ ദൈവത്തെ അന്വേഷിച്ചാൽ ജനം നിന്നെ അന്വേഷിക്കും. നീ ദൈവത്തെ പിൻപറ്റിയാൽ ജനം നിന്നെ പിൻപറ്റും. വിശ്വസിക്കുന്നത് ആ ദൈവത്തെ മാതൃകയാക്കിയാൽ ജനം നിന്നെ മാതൃകയാക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ദൈവത്തെ പിൻപറ്റിയാൽ ഞാനും നിന്നെ പിൻപറ്റും. ഓ, നീ ദൈവത്തെ മാതൃകയാക്കാൻ ജനം നിന്നെ മാതൃകയാക്കും. എത്ര പേർക്ക് ആമീൻ പറയുവാനായിട്ട് കഴിയുമല്ലേ? എത്ര പേർക്ക് ആമീൻ പറയുവാനായിട്ട് കഴിയും? ഓ, ജനം നിന്നെ അന്വേഷിക്കുന്നു. ആരെ അന്വേഷിക്കുന്നു? പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിക്കുന്നു. വിശ്വസിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ അത് ഞങ്ങളെ പറഞ്ഞത്. ഞാൻ മീറ്റിംഗ് ഇല്ലാതെ വീട്ടിൽ ഇരുന്നാലും എന്തിനാലും ഫോൺ ചെയ്യും, പാസ്റ്റർ അവിടെ ഉണ്ടോ, ഒന്ന് വീട്ടിലേക്ക് വരാനാ. ഞാൻ പറയും, എൻ്റെ മിടുക്കല്ല, ഞാൻ ഈ രാത്രിയുടെ യാമത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നവനെ ജനം അന്വേഷിക്കുന്നു. അഭിഷേകന്മാരുടെ ഞാൻ പറട്ടെ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ ജനം അന്വേഷിക്കും. പ്രാർത്ഥിക്കുന്നവരെ ജനം അന്വേഷിക്കും. ആ വാചനം ഞാൻ ഏറ്റെടുക്കുന്നു പറ. ആ വാചനം ഏറ്റെടുക്കുന്നു പറ. ഹല്ലേലൂയ. എൻ്റെ കൂടെ പഠിച്ച ബെന്നി എന്ന് പറഞ്ഞൊരു പാസ്സുണ്ടോ. എൻ്റെ ദൈവമക്കളെ മലയാളം വായിക്കാൻ അറിയത്തില്ല കേട്ടോ. ചില ശ്രദ്ധിച്ച് വായിക്കാൻ അറിയത്തില്ല. അദ്ദേഹം ഭയങ്കര ശുശ്രൂഷകനായി അനാഥ മന്ദിരം നടത്തുന്നു. ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപയുണ്ട്. ഞാൻ ചുമ്മാ ഇടുക്കിയിലൊക്കെ കൺവെൻഷൻ പ്രസംഗത്തിലൊക്കെ പോയിട്ട് ഞാനൊന്ന് ചുമ്മാ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴത്തേക്ക് അദ്ദേഹം ചിലപ്പോൾ എനിക്ക് 20,000 രൂപയൊക്കെ അറിയുന്നത്. എന്നിട്ട് എന്തറിയോ, കാറിലാണെങ്കിൽ അരി ഗോതമ്പ് എല്ലാം കയറ്റി അതേപോലെ എന്നിട്ട് ആ അനാഥ മന്ദിരം നടത്തുമല്ലേ. അപ്പോൾ അത്രമാത്രം പൈസ അദ്ദേഹത്തിനുണ്ട്. മലയാളം വായിക്കാൻ അറിയത്തില്ല. മലയാളം ഇന്നലെ ഈ സുവിശേഷമൊക്കെ വായിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരു പൊട്ടനെ പോലെ നമ്മളാണ്. ഈ അത്ഭുതമൊക്കെ വായിച്ചിട്ട് അദ്ദേഹം പുസ്തകം എടുത്ത് ഇങ്ങനെ വെക്കുക. അത് പുസ്തകം എടുത്ത് ചരിച്ച് തല വെക്കും. ദൈവമേ, ഞാൻ പൊട്ടനാ, എനിക്ക് വായിക്കാൻ അറിയത്തില്ല, ദൈവമേ ആ വചനം എൻ്റെ ഉള്ളിൽ കയറണേ, എനിക്കും അതുപോലെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നോക്കിയേ, ദൈവം അദ്ദേഹത്തെ മാനിക്കാനായിട്ട്. അല്ല, നമ്മൾ തലക്കനം വെച്ചുകൊണ്ടിരുന്നോട് ഒരു കാര്യമില്ല. ഒരു പൊട്ടനെ പോലെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മളെ ഉപയോഗിക്കും. ദൈവം നമ്മളെ ഉപയോഗിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ ഉപയോഗിക്കും. ദൈവം നമ്മളെ മാനിക്കുമെന്ന് ആ വചനം ഏറ്റെടുക്കുക. പ്രാർത്ഥിക്കുന്നവരെ ജനം അന്വേഷിക്കും. ശിഷ്യന്മാരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ ഒറ്റയൊരു കാര്യമുള്ളൂ. എന്താ പറ? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥന പഠിപ്പിക്കണം. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്? ഒരു സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യോഹന്നാൻ അവരുടെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ, അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ആരുടെ ശിഷ്യന്മാരായിരുന്നു? യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്ക് പ്രാർത്ഥന അറിയാമല്ലോ. അറിയത്തില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്? യേശുവിൻ്റെ പ്രാർത്ഥന കണ്ടപ്പോൾ കേട്ടപ്പോൾ ഇവരുടെ പ്രാർത്ഥനയുടെ പാപ്പരത്വം അവർക്ക് മനസ്സിലായി. ഞാനിങ്ങനെ പറയാം, യേശുവിനെ കാണേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും.
യേശുവിന്റെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നടപ്പിന് വ്യത്യാസം വരും. യേശുവിന്റെ സംസാരം കേട്ട നമ്മുടെ സംസാരത്തിന് വ്യത്യാസം വരും. Praise the Lord. യേശുവിന്റെ വിശുദ്ധി കണ്ടാൽ നമ്മുടെ വിശുദ്ധിക്ക് വ്യത്യാസം വരും. മനസ്സിലാവുന്ന കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. Glory! Praise the Lord! Oh, Rabba, China, Hallelujah! Praise the Lord! ഈ പ്രാർത്ഥന പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. Praise the Lord. നിങ്ങൾ ഇത് ചെയ്യേ. എന്തായിരിക്കും കാരണം? അതിൻ്റെ കാരണം ഞാൻ പറയാം. Praise the Lord. യേശു പകൽ മുഴുവൻ ശുശ്രൂഷയാണ്. എന്നിട്ട് സാന്ധ്യ ആകുമ്പോഴത്തേക്ക് ഒന്നീ മലയുടെ മുകളിൽ അല്ലെങ്കിൽ താഴ്വരയിൽ അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് അല്ലെങ്കിൽ നിർജ്ജനമായ പ്രദേശത്ത് ഒക്കെ യേശു എന്നിട്ടാ പ്രാർത്ഥിച്ച് നേരം വെളുക്കുന്ന അറിയത്തില്ല. കിഴക്ക് സൂര്യൻ വെള്ളം കയറുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രകാശത്തിൽ എഴുന്നേറ്റ് വരുന്ന യേശുവിനെ കാണാൻ വേണ്ടി ആയിരങ്ങൾ തടിച്ചുകൂടി നിൽക്കുക. കണ്ണില്ലാത്ത കണ്ണു കൊടുക്കുന്നു, കാതില്ലാത്ത കാത് കൊടുക്കുക, കൈയില്ലാത്ത കൈ കൊടുക്കുന്നു. എന്ത് വേണ്ട, അത്ഭുതങ്ങളുടെ ഘോഷയാത്ര, അത്ഭുതങ്ങളുടെ പരമ്പര. അപ്പോൾ അവർക്കൊരു മനസ്സിലായി എന്തെന്നറിയാമോ, ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അവർ ഇത് ചോദിച്ചില്ല, ദൈവം 5 അപ്പം 2 മീനും കൊണ്ട് 5000 പോയി ഞങ്ങൾ പാസ്റ്റർമാരല്ലേ ജീവിച്ച് പോട്ടെ, ആ ട്രിക്ക് ഞങ്ങളെ കൂടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞില്ല. പച്ചവെള്ളത്തെ വീണാക്കി ആ മാജിക്ക് ഞങ്ങളെ കൂടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല. എനിക്ക് വെള്ളത്തിൽ കൂടെ നടക്കുന്ന യേശുവിനെ കണ്ട് കർത്താവേ ഞങ്ങളെ കൂടെ പഠിപ്പിക്കണം, ഞങ്ങൾ പാസ്റ്റർമാരില്ല ജീവിച്ച് പോകട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അവർ പ്രാർത്ഥന പഠിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാ. രാത്രിയുടെ യാമങ്ങൾ മുട്ടുമടക്കിയപ്പോഴത്തേക്ക് ഒരു സ്വർഗീയ ഊർജത്താൽ ഇതെല്ലാം ചെയ്യുന്നത് അവർക്ക് മനസ്സിലായി. ഇതെന്തെന്ന് മാജിക്കല്ല, മന്ത്രജാലയല്ല, മായാജാലമല്ല, കൂടിവിട്ട് കൂടുമാർന്ന് കൈവേഗത മാത്രമെന്ന് പറഞ്ഞ് എന്തിൻ്റെ ഈ മണ്ണിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തി ചെയ്യുന്നവരുണ്ട്. ശിഷ്യന്മാരും ചിന്തിച്ചു അങ്ങനെയാണ്ട് കൺകെട്ടൊക്കെ ആയിരിക്കുമെന്നാണ് ചിന്തിച്ചത്. ഇപ്പോൾ അവർക്ക് മനസ്സിലായത് പ്രാർത്ഥന ഞങ്ങളെ കൂടെ പഠിപ്പിക്കണം. രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ കയ്യാലിൽ അത്ഭുതം നടക്കുന്നത് മനസ്സിലായപ്പോൾ അവർ പറയാം ഞങ്ങളെയും പ്രാർത്ഥന പഠിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രാർത്ഥന പഠിക്കേണ്ടത് തന്നെ. ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഉപവാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ക്ഷീണം തീർന്നു ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അല്ലേ, ശരിയല്ലേ? ഞാൻ 40 ഒക്കെ 21 ഒക്കെ ഒത്തിരി ഞാൻ ഇരുന്നിട്ടുണ്ട്. കണ്ടില്ല, നമ്മളെന്ന് ചിലപ്പോൾ 2-3 ദിവസം നമ്മുടെ ക്ഷീണം തീർക്കുക. ആ സന്ദർഭത്തിൽ പിശാച് നമ്മളെ പിടിക്കാനായിട്ട് വരുന്നത്. നിങ്ങൾ ദൈവമക്കളെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ, ദൈവപ്രവൃത്തി നമ്മൾ കാണുക തന്നെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ കരമുയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ശക്തി. ഇനി നമ്മുടെ ആ വിഷയത്തിലേക്ക് കടന്നു വരിക. വളരെ തിരക്കുള്ളപ്പോൾ യേശു എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അത് പറയാൻ വേണ്ടിയാ. ഇനി മോളെ 29 മുതൽ വായിച്ച, നമ്മൾ 35-36 വായിച്ചാ കേട്ടോ. അന്ന് പകലത്തെ ശുശ്രൂഷയാണ്. എല്ലാം ശ്രദ്ധിച്ചേ. അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അവിടെ പള്ളി കേട്ടോ. പകലിൽ നേരം എവിടെ ശുശ്രൂഷ? എല്ലാവരും പറഞ്ഞേ, പള്ളി. പള്ളി. അടുത്ത യാക്കോബ് യോഹന്നാനുമായി ശീമോന്റെ അന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു. അവിടെ ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നിരുന്നു. ആ പനിയെ സൗഖ്യമാക്കി. ഞാൻ പറഞ്ഞല്ലോ, പനിയെ സൗഖ്യമാക്കി എന്ന് വെച്ചാൽ ഇത് നമ്മൾ വായിക്കുന്ന ഏതാ? മാർക്കോസ് യൂസ് ചെയ്താൽ നമ്മൾ ലൂക്കോസ് കഠിന ജ്വരം എന്നാണ് പറയുന്നത്. പ്രൈസ്. അപ്പൊ കഠിന ജ്വരത്തെ സൗഖ്യമാക്കി. അപ്പോൾ നിങ്ങൾ ഇന്ന് ചോദിക്കേ, എല്ലാവരും ഇന്ന് ചെയ്യേ. പകൽ പള്ളി, അത് കഴിഞ്ഞ് അല്പം വിശ്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മായിയമ്മ സൗഖ്യമാക്കുന്നു. പിന്നെ സായം സന്ധ്യ വീട്ടിൽ വന്ന് വിശ്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ പായിരുമോളാ. അടുത്ത വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിക്കൽ വന്നുകൂടി ജ്ഞാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി, അനേക ഭൂതങ്ങളെയും പുറത്താക്കി. നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കിയേ. അച്ഛാ, ഈ പട്ടണത്തിലെ മുഴുവൻ ഭൂതങ്ങളും വന്നിരിക്കുക, എല്ലാ രോഗികളും വന്നിരിക്കുക. അപ്പോൾ കർത്താവ് മനുഷ്യനാണെന്ന് ചിന്തിക്കണം. പൂർണ്ണ മനുഷ്യനും അപ്പോൾ തന്നെ ദൈവമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ,
ആ മനുഷ്യത്വത്തിൽ തിളങ്ങിയ ദൈവത്വമാണ്. ശ്രദ്ധിച്ച്, അന്നേരം മനുഷ്യരായി നിന്നുകൊണ്ട് ഇത്രയും ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അന്ന് ഉറങ്ങി കാണുമോ? ഞാൻ ചിന്തിക്കും ഉറങ്ങി കാണത്തില്ല. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് മഴ കാരണം. ഞാൻ ഇടുക്കിയിലൊരു മീറ്റിങ്ങിന് പോയി. അപ്പോൾ അവിടെ എന്താ പറയുക, ഒരു വീട്ടു പ്രാർത്ഥനയ്ക്കാണ് പോയത്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്നെ വിളിച്ചതാണ്. അപ്പോൾ എന്നാ ഒരു ഗസ്റ്റ് വരുന്നെന്ന് പറഞ്ഞ് എന്താ പറയുക, തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത കുറച്ച് ആൾക്കാരവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് സ്ഥലം സഭയിലെ പാസ് പറഞ്ഞു, പാസ് എന്നാ നമ്മുടെ നടുവിലൊരു വേറൊരു ഗസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്, അതങ്ങനെ വരുന്നതല്ല, അദ്ദേഹം ഭൂതത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണെന്ന് പറഞ്ഞു. എന്നോട് ഒരു ഭൂതത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് 10 മിനിറ്റ് കൊടുക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് ചോദിക്കാം. ഞാൻ പറഞ്ഞു 10-20 കൊടുക്കാൻ പറഞ്ഞു. ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ അദ്ദേഹത്തിന് 10 മിനിറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഫ്രണ്ട് വന്ന് തേയിലത്തോട്ടം ജോലി ചെയ്തൊരു അച്ഛൻ ഈ കാറ്റുമൊക്കെ അടിച്ചപ്പോൾ പെതുക്കെ ഉറക്കം തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ചെന്ന് തലയെ കൈവച്ച് എന്നിട്ട് ലാസ്റ്റ് 2 അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം, നിന്റെ പേരെന്താ? എൻ്റെ പേര് സ്വാമി. എന്തിനു വന്നു? ഞാൻ യോഗത്തിന് വന്നു. ആര് പറഞ്ഞിട്ട് വന്നു? പാസ് പറഞ്ഞിട്ട് വന്നു. എന്താ നിന്റെ ഉദ്ദേശം? ആത്മീയമായി വളരണം എന്നാണ് ഉദ്ദേശം. എപ്പോ? യോഗം കഴിയുമ്പോൾ. പാവം പൂർവ്വമൊന്നുമില്ല. ആ കാറ്റ് കൊണ്ടപ്പോൾ പകൽ മൊത്തം പേര് കൊണ്ട് പണിതല്ലേ, കാറ്റ് കൊണ്ടപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ഭൂതത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ചിന്തിച്ച് ഉറങ്ങുന്നതല്ല ഭൂതമാണെന്ന് പറഞ്ഞാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. 22 മിനിറ്റ് എടുത്ത് ഞാൻ അദ്ദേഹത്തിന് നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞ് ഞാനിത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വെച്ചോണ്ടായി 22 മിനിറ്റ് ഒന്ന് കണ്ട്. അപ്പോൾ 10-ന് 22 മിനിറ്റ് എടുത്ത്. അപ്പോൾ ഒരു ഭൂതം ഇല്ലാത്ത പുള്ളിയുടെ ഭൂതം ഓടിക്കാൻ വേണ്ടി 22 മിനിറ്റ് എടുത്തു. എന്നാലും പട്ടണത്തിലെ മുഴുവൻ ഭൂതങ്ങൾ വന്നപ്പോൾ ഒന്ന് നിങ്ങൾ ഭാവന ചിന്തിച്ച് നോക്കി. പിന്നെ ഞാൻ വേറൊരു യോഗത്തിന് ചെന്ന് ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ 6 ഭൂതം ഇളകി. അതിൽ 5 ഭൂതം ഡീസൻറ്റ് ഭൂതമായിരുന്നു. എളുപ്പം അങ്ങ് പോയി. ഒരു ഭൂതം പോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ് നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് ആ ഭൂതത്തെ നമുക്ക് പറഞ്ഞു വിടാം. അപ്പോൾ അവിടുത്തെ മെയിൻ പാസ് അങ്ങോട്ട് ഇറങ്ങി. ഏതാ അത്യാവശ്യം കോള് വന്നുകൊണ്ടായിരിക്കും. അപ്പോൾ അസോസിയേറ്റ് പാസ് പറഞ്ഞ്, പാസ് അവരുടെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുക, അതുകൊണ്ട് ഇപ്പം കളയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഏതായാലും ഉണ്ടിട്ടേ ഞാൻ കളയുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് എന്ത് ചെയ്യുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിരി വരെ ഭൂത അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷ എൻ്റെ ഭാഷയല്ല, നിങ്ങളെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചോണേ. കൂട്ടപ്പിശാചേ, പന്നപ്പിശാചേ, പട്ടിപ്പിശാചേ, ഇങ്ങോട്ട് നോക്ക്, ഇതെന്താണെന്ന് അറിയാമോ ചോദിച്ചു. ആ പിശാച് പറയാ, താങ്കൾക്ക് ഇതാ എന്താണെന്ന് അറിയാൻ ഇങ്ങോട്ട് കുലുക്കത്തില്ലായിരുന്നു കേട്ടോ. പിശാച് പറയാ, താങ്കൾക്ക് ഇത് എന്താണെന്ന് അറിയാമെങ്കിൽ ഇങ്ങനെട്ട് പിശാചിന് പോലും അറിയത് വാചന. അപ്പം നിങ്ങൾ ഭാവന ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എൻ്റെ ഭാവന ചിന്തിക്കാം. പട്ടണത്തിലെ മുഴുവൻ രോഗികളും പട്ടണത്തിലെ മുഴുവൻ ഭൂതങ്ങളും വന്നിരിക്കുക. നോക്കിയേ, എൻ്റെ ഭാവന പറഞ്ഞ രാത്രി മുഴുവൻ യേശു ഉറക്കൊളിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്ത് എന്നറിയാമോ? അർദ്ധരാത്രിയായപ്പോൾ, നേരം വെളുക്കാറായപ്പോൾ, അധികാലത്തിരുട്ടുള്ളപ്പോൾ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജനമായ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെയാ കണ്ടത്. അതുകൊണ്ട് ഞാൻ വളരെ തിരക്കുള്ളപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു യേശു. ദൈവമക്കളെ, നമ്മളെല്ലാം നിങ്ങളെല്ലാവരും ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് ഇരിക്കുന്നത്. അല്ലല്ല, ഭൗതിക അനുഗ്രഹം അതുപോലെ പറയണല്ലേ അല്ലേ? ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി ഉപവസിക്കൊന്നും വേണ്ട, ഭൗതിക അനുസരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ട. ദൈവങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവവേലയ്ക്കോട്ട് കൊടുത്താൽ മതി അല്ലേ? ഞാനൊരു സെൻട്രൽ പാസ് ഇടാട്ടെ ഒരു പ്രസ്ഥാനത്തിന്. അപ്പോൾ തന്നെ ഒരു വൈസ് പ്രസിഡൻ്റ്. ഞാനിങ്ങനെ ഒത്തിരി സഭകളിലൊക്കെ പോയിട്ട് ഞാനിങ്ങനെ സ്വോത്രാഴ്ച പാത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ സ്വോത്രാഴ്ച എടുത്ത് ഞാനിങ്ങനെ നോക്കുന്നത് തെറ്റുണ്ടെച്ചാ തെറ്റില്ലെന്ന് യേശു നോക്കിയിട്ടുണ്ടല്ലോ ഒരു വിധവിടെ. അപ്പോൾ യേശു നോക്കി, എന്നാലും എനിക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ നമ്മുടെയൊക്കെ സ്വോത്രാഴ്ച പാത്രം അതെല്ലാം ഈ 10-ൻ്റെ 20-ൻ്റെ മാത്രമേ. ഞാൻ ഇന്നലെ എൻ്റെ ദൈവം, നമ്മുടെ ഗവൺമെൻറ് ഈ 10-ൻ്റെ മാത്രമേ അടിക്കുന്നുള്ളൂ. ഞാൻ അല്ല, 20 ഉണ്ട്, 50 ഉണ്ട്, 100 ഉണ്ട്, 200 ഉണ്ട്, 500 ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അതൊന്നും
വരുന്നില്ല. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഈ കാട്ടാക്കട ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നിട്ട് ഞങ്ങൾക്ക് കവിയൂർ കോട്ടൂർ, ഇവിടുത്തെ കോട്ടൂരല്ല, കവിയൂർ കോട്ടൂർ, തിരുവല്ലയ്ക്ക് അപ്പുറത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു സഭയുണ്ട്. അവിടെ ഒരു കല്യാണം നടത്താനായിട്ട് എനിക്ക് പോകണം. അപ്പോൾ അവർ തൃശ്ശൂരിൽ നിന്നാണ് പെണ്ണ് വരുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയിട്ട് ഒരു 3:30 അവിടെ ചെന്ന് കുളി കഴിഞ്ഞ് കിടന്ന് 4 മണിയായി കിടന്നു. അപ്പോൾ എന്നെ ഒരു 8:30 ആകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അടുത്ത ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ, എനിക്ക് ചിലപ്പോൾ പോകാമല്ലേ. അപ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മോളിങ്ങനെ സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുക. അപ്പം 8 മണിക്കാണ് വണ്ടി. അപ്പോൾ എന്തെന്നറിയാമോ, ഒരു റോഡിൽ ഒരു തറമക്കാരൻ വന്നപ്പോൾ ആരായിട്ട് പറഞ്ഞു, ഞങ്ങളന്ന് അവിടെ ചെന്ന് വാടകയ്ക്ക് താമസിക്കുന്നുള്ളൂ, ഒരാഴ്ചയായുള്ളൂ. അവർ പറഞ്ഞു അവിടെ ഒരു പാസ്റ്റ് ഉണ്ട്, ചെന്നാലെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങൾ കിട്ടും. അപ്പം ഈ തർമ്മക്കാരൻ വന്നിട്ട് വാതിക്ക് വന്ന് അമ്മേ 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 എന്തെങ്കിലും. അപ്പോൾ മോൾ എന്നോട് ചോദിച്ച് പപ്പ, ഞാൻ പറഞ്ഞു എന്നെ ഉറക്കവും ശല്യപ്പെടുത്തി ഒരു കാര്യം ചെയ്യും മോളാണ്ട് ആ 10 രൂപ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. എന്തായാലും ഞാൻ കേൾക്കുക കേട്ടോ, ആരുടെ പറഞ്ഞു വിട്ടില്ല, ഒരു പാസ്റ്ററാണ്, വലിയ പാച്ചറാ 10 തൂമ്പ. തർമ്മക്കാരൻ പറയാം വലിയ പാച്ചറാ, പാസ്റ്റർ എന്നല്ല പറഞ്ഞ, വലിയ പാച്ചറാ 10 തൂമ്പ. അയ്യോ, തർമ്മക്കാർ പോലും 10 തൂമ്പ വേണ്ട. പക്ഷെ നമ്മുടെ സ്വോത്രാജ് 10 തൂമ്പ ഇഷ്ടം പോലെ. അപ്പോഴേ എനിക്ക് മനസ്സിലായി 10 തൂമ്പയുടെ വില ഇത്രേ. കർമ്മക്കാരൻ പറയാം അത് പാസ്റ്റെന്ന് വിളിച്ചാൽ ആ ഉറക്കം വെച്ച് ഞാൻ എഴുന്നേറ്റ് അങ്ങനെ വിളിക്കുക വലിയ പാച്ചറ. എന്നിട്ട് ആരായിട്ട് പറഞ്ഞു വിട്ടു വലിയൊരു പാസ്റ്റർ അവിടെ ഉണ്ട്, അതേ വല്ലതും തരുമോ, നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. ഉറക്കപ്പിച്ച് മോള് പറഞ്ഞൊരു കർമ്മക്കാരൻ വന്ന് ഞാൻ പറഞ്ഞു 10 രൂപ മോനെ കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് വലിയ പാച്ചറ 10 തൂമ്പ. എൻ്റെ ദൈവമക്കളെ, കർമ്മക്കാരന് പോലും 10 തൂമ്പ വേണ്ട. നമ്മുടെ സ്വോത്രാജ്യ പാത്രത്താന്ത് അത് നമുക്ക് മാറ്റിപ്പിടിക്കണം എല്ലാവരും. നിങ്ങളുടെ ഭൗതിക അനുഗ്രഹത്തിലൂടെയല്ലേ. ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, ഞാൻ ഇതുവരെ മരുന്ന് ഉപേക്ഷിച്ചിട്ടില്ല കേട്ടോ, മരുന്ന് ഉപേക്ഷിച്ചിട്ടില്ല. മരുന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ആരുടെ പറയും പറയത്. എനിക്ക് ഒരു കുപ്പിയുണ്ട്, ഒരു കുപ്പി ഇതുപോലെ എനിക്ക് ഞാൻ പോകുന്നിടത്തൊക്കെ കിട്ടുന്നതിൻ്റെ ദശാംശം എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കും. അത് എൻ്റെ ആണോ? എൻ്റെ വീട്ടിൽ ഒരു പാസ്റ്റർ വന്നാൽ എനിക്ക് വിഷമിക്കണ്ടോ? ഇല്ല. അത് ഞാൻ പാസ്റ്റർക്ക് തുറന്ന മനസ്സോടെ ഞാൻ കൊടുക്കും. ഞാൻ 100% വിശ്വസിക്കും ദൈവമക്കളെ. അതുകൊണ്ടായിരിക്കും ഞാൻ ഹോസ്പിറ്റൽ പൈസ കളയാത്തതെന്നാണ്. പ്രൈസല്ലോ. നിങ്ങളൊന്ന് ഇന്നും മതി. നിങ്ങൾ പണ്ട് ഈ പിടിയരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലേ, ഇപ്പോൾ ഉണ്ടോ? ഉണ്ടോ? ഇപ്പം പല സ്ഥലം പിടിയും വലിയും മാത്രമേ ഉള്ളൂ, പിടിയരിയില്ല, പിടിയും വലിയും മാത്രമേ ഉള്ളൂ. ദൈവങ്ങളെ, ഞാൻ ഇപ്പം ഈയിടെ ഞങ്ങളുടെ ഒരു സഭയെ പ്രശ്നം തീർക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഒരച്ഛൻ അവിടെ നിന്ന് പറയാം, അങ്ങനെ പറയാം ദൈവം ക്ഷമിക്കണേ, ഒരു പാസ്റ്ററെ കുറിച്ച് അങ്ങനെ അദ്ദേഹം പറയാം, അങ്ങനെ ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ കഴിക്കണ്ട. കൊടുക്കുന്നത് എന്താണെന്ന് ഞാൻ ആ റേഷൻ കടയിൽ 1 രൂപയുടെ അരിയാണ് കൊടുക്കുന്നത്. ദൈവമക്കളെ, 1 രൂപയുടെ അരി നിങ്ങൾ ചർച്ചയിൽ കൊണ്ടുകൊടുത്താൽ ഒരു കാലത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് 1 രൂപയുടെ അരി മാറത്തില്ല. നിങ്ങൾ 1 രൂപയുടെ അരി കഴിക്കുകയാണെങ്കിലും നിങ്ങൾ ആലയത്തിൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? നല്ല കൊണ്ടുവരണം. പൈസല്ലോ, നല്ല കൊണ്ടുപോവാ. നിങ്ങൾ ഇന്ന് മുതൽ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ വിളിച്ച് പറ, ഞാൻ നിങ്ങൾക്ക് വചനത്തിൽ കൂടെ ഉറപ്പ് തരാം, നിങ്ങളുടെ വീട്ടിൽ ചേഞ്ച് വന്നിരിക്കും, നിങ്ങളുടെ സ്ഥിതി മാറിയിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം അത്ഭുതം ചെയ്തിരിക്കും. ഞാൻ പറയുന്നത്, നമ്മൾ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല ഇരിക്കുന്നത്, ഭൗതിക അനുഗ്രഹത്തിന്. അതിന് ഒറ്റ മാർഗമുള്ളൂ, ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഓർക്കുന്ന മോള് 4ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നമ്മുടെ, ഞാൻ പേര് പറയുന്നില്ല, പെരുമ്പാവൂരും അപ്പോൾ എറണാകുളത്തുള്ള 2 കൺവെൻഷൻ പ്രസംഗകർ, നിങ്ങൾക്ക് അറിയപ്പെടുന്ന പ്രസംഗകർ. അവർക്ക് ഞങ്ങളുടെ തൊട്ടടുത്ത് കല്ലിശ്ശേരിയിലും ഓതറയിലും ഒരു പ്രസംഗമുണ്ട്, ഞായറാഴ്ച വൈകിട്ട്. കല്ലിശ്ശേരി അവിടുന്ന് 7 കിലോമീറ്റർ അപ്പുറത്ത്, ഓതറ എന്ന് വെച്ചാൽ എൻ്റെ സഭയുടെ അടുത്താണ് അവർ. എന്നാലും അവർ പറഞ്ഞ് ഇത്രയും ദൂരെ നിന്ന് വരണ്ടേ, തൊടുപുഴയിലെ പാസ്റ്റ് പറഞ്ഞ് നമുക്ക് സജി ചാത്തങ്കിയുടെ ചർച്ചിൽ പോകാം. അവർ 2 പേരും കൂടെ പ്ലാൻ ചെയ്ത് വന്ന് ഞാൻ എന്നോട് പറയാതെ വന്ന് ഒരു 10:30-11 മണിയായപ്പോൾ അവർ കയറി വന്നു. 2 പേർക്ക് സമയം വീതിച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയാതെ. അപ്പോൾ എന്ത്, ഇപ്പോൾ 2 പേരും അറിയപ്പെടുന്ന പാസ്റ്റർമാരായതുകൊണ്ട് എൻ്റെ കയ്യിലിരുന്ന പൈസ സ്വോത്രാജ്യം ദശാംശം എല്ലാം കൂടെ വീതിച്ച് ഇവർക്ക് കൊടുത്തു. ഞാൻ അന്ന് സ്കൂൾ തിങ്കളാഴ്ച തുറക്കുക. ഞാൻ മോളോടൊരു കാര്യം പറഞ്ഞു, മോളെ സമയമില്ലാത്തതുകൊണ്ട് മോനെ, ഇന്ന് നമുക്ക് ഞങ്ങളുടെ ഞായറാഴ്ച അവിടെ ഒരു ഗ്രാമമാണെങ്കിൽ നല്ലൊരു കടയുണ്ട്, എന്ന് വെച്ചാൽ ബാഗ് എന്ന് വെച്ചാൽ എല്ലാം ഒരു നമ്മൾ ആനന്ദ ഇങ്ങനെ പരസ്യമുണ്ടല്ലേ, പുറത്ത് നോക്കിയാൽ ചെറുത്, അകത്ത് വിശാൽ എന്ന് പറഞ്ഞ ആ കട, അവിടെ ചെന്ന് മേടിച്ച് തരാമെന്ന് പറയും. കുഞ്ഞ് എന്ത് ചെയ്യുന്നറിയാമോ, 3 മണിയൊക്കെ ആയപ്പോൾ പപ്പ നമുക്ക് സാധനം മേടിക്കാൻ പോകാം. ഞാൻ പൈസ മുഴുവൻ ആർക്ക് കൊടുത്തു?
എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞു മോനെ നാളെ നമുക്ക് മേടിക്കാം. കുഞ്ഞ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് ലാസ്റ്റ് ഞാൻ 6 മണിയാകുമ്പോൾ ഒരു അടി അടിച്ച്. എന്നുവെച്ചാൽ കരച്ചത് ലാസ്റ്റ് നിങ്ങൾക്ക് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കരഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. ഞാൻ ചെന്നിട്ട് അടുത്ത് ഇന്നിരുന്ന് വന്നിട്ട് ഉറങ്ങുമ്പോൾ എങ്ങനെ അടിക്കുക കണ്ടിട്ടില്ലേ. ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര മഴ, ഭയങ്കര കൊടുങ്കാറ്റ് പോലെ കാറ്റ്, കറണ്ടെല്ലാം പോയി, എല്ലാവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇടിയും മിന്നലും. അപ്പോൾ എന്തെന്നറിയാമോ, അവിടെ ശനിയാഴ്ച കല്യാണം നടന്നു, ഇടുക്കിയിലൊരു കല്യാണം നടന്നു. UK പയ്യനും UK പെണ്ണുമാണ്. അപ്പോൾ അവരുടെ അമ്മാച്ചൻ ഈ ഞങ്ങൾ താമസിക്കാൻ വന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തിങ്കളാഴ്ച എവിടെ പോകണം, UK പോകണം. അപ്പം ശനിയാഴ്ച വൈകിട്ട് ഈ ഞായറാഴ്ച എന്ത് ചെയ്യുന്നത്, വൈകിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞായറാഴ്ച വൈകിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഇവിടെ വന്നിരിക്കുക, അമ്മാച്ചൻ്റെ വീട്ടിൽ വിരുന്നിന് വേണ്ടി വന്നിരിക്കുക. അപ്പോൾ അമ്മാച്ചൻ അല്പം കൃപയുള്ള IPCക്കാരാണ്. അമ്മാച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇവരെ വിട്ട് തല കൈവച്ചപ്പോഴത്തേക്ക്, പെണ്ണിൻ്റെ തല കൈവച്ചപ്പോഴത്തേക്ക് പെണ്ണിന് ഭദ്രകാളിയായി. ഇവൻ ആദ്യമായിട്ട് കാണുക UK. എൻ്റെ ദൈവമേ, ഞാൻ ഭദ്രകാളിയാണോ കെട്ട് ഒരു ദിവസം ആയതുകൊണ്ട് അവനിങ്ങനെ പേടിച്ച് അന്താളിച്ച് മാറി നിൽക്കുക. അപ്പോൾ അവരുടെ പാസ്റ്റർ വിളിച്ചു, അറിയാവുന്ന പാസ്റ്റർമാരെ എല്ലാം വിളിച്ചു. കാരണം എല്ലാവരും ഭയങ്കര ഇടി, എല്ലാവരും ഫോൺ ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്ത്. അങ്ങനെ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരാഴ്ച ആയത് വന്ന് അവിടുത്തെ കടക്കാരൻ പറഞ്ഞ് ഇവിടെ ഈയിടെ 2 ദിവസമായിട്ട് സാധനം മേടിക്കുക ഒരു പാസ്റ്റ് വരുന്നുണ്ട്, എനിക്കൊന്ന് ഞാൻ അതൊന്നും പറഞ്ഞില്ല, അതേ പാസ്റ്റാന്ന് തോന്നുന്നു, നിങ്ങളായാലും അങ്ങോട്ട് ചെല്ലേ എന്ന് പറഞ്ഞു. ഒരു 2-2:30 വെളുപ്പിന് ഗേറ്റ് വന്ന് തട്ടുക, പാസ്റ്റേ. ഇപ്പം നമ്മൾ മഴയാണെങ്കിൽ എന്തെന്ന് പറയുക, ജനൽ നമ്മൾ മഴയാണെങ്കിൽ നമുക്കൊരു ശരീരത്തിൽ ചൂടുണ്ട്. ഞാൻ ജനലൊരു പാളി തുറന്നിട്ടിരിക്കുക. അപ്പോൾ ഈ വിളി ഞാൻ കേട്ട് ഞാൻ ചോദിച്ചാൽ ആരാ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വരാമോ? ഞാൻ പറഞ്ഞു അടുത്ത രാത്രി പ്രാർത്ഥിക്കാൻ വരാണ്. ഇനി ഞാൻ നമ്മളെ കൊല്ലാൻ വല്ലതും വിളിക്കാൻ. ഞാൻ പേടിച്ചു പോയേ. ഞാൻ പറഞ്ഞു ഏതായാലും വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പെതുക്കെ ജനൽ അടച്ചിട്ടാ ഞാൻ ആരാന്ന് ചോദിച്ചു. അന്നേരം അതേ കാര്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വണ്ടി കയറ്റിക്കൊണ്ട് ഞാൻ ശബ്ദമൊക്കെ ഇട്ട് ഞാൻ പോയി. നിങ്ങൾ അപ്പോൾ ഈ UK ഭദ്രകാളി എന്ത് ചെയ്യുന്ന പറയും, ഇങ്ങനെ മുടി എന്തോ സൗന്ദര്യമുള്ളൊരു പെണ്ണ, മുടിയാണ് ഇത്രയും കൊണ്ട് ഇങ്ങനെ ഇട്ട് ആടുക. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും, കണ്ണൊങ്ങ് പിടിച്ച് അത് ചൂടയിലൊക്കെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ അടങ്ങുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ അടങ്ങി ഇങ്ങനെ നിൽക്കുക, എന്നെ കണ്ടുകൊണ്ട് കൈ കൂപ്പിക്കുക. ഞാൻ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് പെട്ടെന്ന് ഇവൾ താഴേക്ക് വീണ് എന്തെന്നറിയാം, ഇവൾ ബോധം കെട്ടിക്കിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവളുടെ പേരെന്താണ്, ഭർത്താവിനോട് ചോദിക്കും. അവൻ കരഞ്ഞുകൊണ്ട് പറയും കൃഷി. ഞാൻ പറഞ്ഞു തെളിച്ച് പറയാം, ക്രിസ്ത്യൻ അവനോട് നല്ല ജോലിക്കാരിയാണ്, എൻ്റെ ഭദ്രകാളിയാന്ന് പറഞ്ഞ അവൻ പേടിച്ചിരിക്കുക. എൻ്റെ ദൈവം ഞാൻ ഇതിനെയാണ് കെട്ടിയത്, ഇനി അങ്ങനെ അവൻ പേടിച്ച് നിൽക്കുക. അത് ക്രിസ്ത്യനാ. ഞാൻ പറഞ്ഞു ക്രിസ്റ്റി മോളെ. അവളവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ ഓടിച്ചെന്ന് അച്ചാച്ചനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് എന്ത് പറ്റിയ അച്ചാച്ച, എനിക്ക് എന്ത് പറ്റിയ? അന്നേരം ഇവന് ജീവൻ വന്നു. അന്നേരം ഇവൻ്റെ ഞാൻ പറഞ്ഞു അമ്മാച്ചൻ IPCക്കാരനാണല്ലോ. അന്നേരം ഈ ഒരു പാസ്റ്ററെ വിളിക്കാതെ ആ മാന്യതയിലായിരിക്കാം ഒരു കവറിൻ്റെ അകത്ത് എനിക്കൊരു സ്വോത്രാഴ്ച തന്നു. ഞാൻ അന്നേരം ഉടനെ വണ്ടി തിരിച്ച് ഞാൻ അന്നേരം ഈ പയ്യൻ UK പയ്യൻ അവന് ആശ്വാസമായി, ഭദ്രകാളി മാറി അവന് പെണ്ണെ കിട്ടിയില്ലേ. അവൻ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് കൈ ഇട്ടായിരിക്കാം. ഞാൻ ഇപ്പോഴും ഓർക്കുക, ഒരു കുത്ത് പൈസ എൻ്റെ കൈ, ഞാൻ അന്നേരം വണ്ടി സ്റ്റിയറിങ് പിടിച്ചിരിക്കുക. അപ്പം ഞാൻ എന്തെന്നറിയാം കൈ കാണിച്ചു, എൻ്റെ കൈ പൈസ നിന്നില്ല, കുറേ പൈസ താഴെ. ഞാൻ പറഞ്ഞു സാരമില്ല, അവൻ സോറിയൊക്കെ പറഞ്ഞു സാരമില്ല ആന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് അന്നേരം എടുത്തില്ല, നേരെ വെളുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേണോ 6 മാസത്തെ വലിയൊരു വീട്ടിലാണ് 6 മാസത്തെ വാടക കൊടുക്കാനും ഈ 3 മക്കൾക്ക് ഡൊണേഷൻ കൊടുക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പൈസ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ ആ ദൈവദാസന്മാരെ മാനിച്ചപ്പം നിങ്ങൾ കണ്ടോ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞേ, ഒരു തൊഴിലുറപ്പിന് പോകുന്ന അമ്മാമ്മയ്ക്കായി ഈ പൂരം കയറി നിങ്ങൾ എന്നുവെച്ചാൽ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് എനിക്ക് 200 രൂപയും തരും. എന്നാലും എനിക്ക് തോന്നുന്നു ഈ പൂത ആ പെണ്ണിനില്ലായിരുന്നു. UK പെണ്ണിന് എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി ദൈവം കയറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചിന്തിച്ച് ചോദിച്ചാ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഒന്ന് നിങ്ങൾ ഒന്ന് ഭാവന ചിന്തിച്ച് തൊഴിൽ പോകുന്ന ഒരു അമ്മാമ്മയ്ക്ക് അത് കയറിയിരുന്നെങ്കിൽ ആ പാട് അമ്മാമ്മ 360 രൂപ അങ്ങോട്ടാണ് കിട്ടുന്നത് ഒരു ദിവസം പണി ചെയ്ത് അല്ലേ. അമ്മാമ്മയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു 100 രൂപ എനിക്ക് തന്നെ. ഈ UK ഈ പെണ്ണിന് കയറിയോണ്ടല്ലേ എൻ്റെ കാര്യം. ദൈവത്തിനെല്ലാം അറിയാം.
വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. ദൈവനാമത്തിന് വേണ്ടി കൊടുത്തു നോക്കി. ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റും. ദൈവം നമ്മുടെ അവസ്ഥ മാറ്റും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറും. നമ്മുടെ തലമുറയുടെ സ്ഥിതി മാറും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മകത്ത് കൊടുക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ദൈവം അത്ര വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭൗതിക നന്മ നേടാൻ നിങ്ങൾ പ്രാർത്ഥിക്കൊന്നും വേണ്ട. നിങ്ങൾ ദൈവം പറഞ്ഞ വ്യവസ്ഥ ചെയ്താൽ മതി. ദൈവനാമത്തിന് വേണ്ടി കൊടുത്തു നോക്കിയേ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ അഭിഷേകത്തിന് ഒത്തിരി ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കും. നമ്മൾ അഭിഷേക്തന്മാർക്കല്ല അവിടെ, നമ്മൾ ദൈവനാമത്തിൽ അഭിഷേക്തന്മാരാണ് ഉപയോഗിക്കുന്നത്. ദൈവനാമത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ, മനസ്സോടൊന്ന് കൊടുത്തു നോക്കിയേ, നമ്മുടെ സ്ഥിതിയെ ദൈവം മാറ്റും. അതിനാ കർത്താവ് പറഞ്ഞു, ഇതിൽ നിങ്ങൾ എന്നെ പരീക്ഷ നോക്കുക. ഒന്ന് പരീക്ഷ നോക്കിയേ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ദിവസമാണ്. നിങ്ങൾ ഒറ്റ മാസം ഒന്ന് പരീക്ഷ നോക്കിയേ. നിങ്ങൾക്ക് ദൈവം തരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട. ഒന്ന് അതും മനസ്സോടെ ചെയ്യണം അല്ലേ? ചിലരാണിങ്ങനെയാണ്. പാസ്റ്റർമാർക്കാണെങ്കിൽ എന്തെങ്കിലും അവർ ഉണ്ടാകുമ്പോൾ പുള്ളി ഒരു തകരപ്പെട്ടിയും കൊണ്ട് അവിടെ വന്ന് ഇപ്പം 2 ലോറി സാധനമായി. ഇതാ പറച്ചില്. ഒന്ന് ഇത് ചെയ്യേ. നിങ്ങൾ എൻ്റെ ദൈവമേ പ്രസംഗം പോകെ. നിങ്ങൾക്ക് ഒരാൾക്കൊരു വീടുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കുശിമ്പില്ലാത്ത 2 കൂട്ടരുള്ളൂ. ആരെന്നറിയാം? ഒന്ന് നമ്മുടെ അപ്പനും അമ്മയും അല്ലേ? അപ്പനും അമ്മയ്ക്ക് കുശുമുണ്ടോ? ഉണ്ടോ? ഇല്ല. സഹോദരങ്ങൾക്കുണ്ടാവും അല്ലേ? അപ്പനും അമ്മയും കുശുമ്പില്ല. കാരണം അവിടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ കുശുമ്പില്ലാത്ത ആൾക്കാർ ഞങ്ങളാണ്. അല്ല, ഇപ്പൊ അച്ഛനൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കുക, രാത്രി എല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുക. അച്ഛന് വീട് കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് അത്ര റെസ്റ്റ് അല്ലേ? ഇനി അച്ഛന് 10 മിനിറ്റ് കളയണോ? കളയണ വേണ്ട. അച്ഛന് വീട് കിട്ടി. ഞങ്ങൾക്ക് ഒരു കാറ് വേണം അച്ഛന്. ഞങ്ങൾ പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ഒരു കാറ് കിട്ടി കഴിയുമ്പോൾ വീണ്ടും 15 മിനിറ്റ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണോ? വേണ്ട. ഞങ്ങൾ അത്ര സമയം ഉറങ്ങാം. നേരെ കുശുമ്പില്ലാതെ ഞങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ ഉപവാസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞൊന്ന് പരീക്ഷ നോക്കിയാൽ ദൈവപ്രവൃത്തി നമ്മൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിർജ്ജനമായ സ്ഥലം ഒരുങ്ങി കിടക്കുകയാണ്. വളരെ തിരക്കുള്ളപ്പോഴും എൻ്റെ യേശു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ പ്രാർത്ഥന മനുഷ്യരാക്കി മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ചിലപ്പം നിങ്ങൾ എഞ്ചിനീയറായി ഇരിക്കാം, ചിലപ്പോൾ ഡോക്ടറായി ഇരിക്കാം, നേഴ്സായിരിക്കാം, ചിലപ്പോൾ പ്രസംഗത്തിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ അറിയപ്പെടുന്നത്, ചിലപ്പോൾ ആരാധന പേരിലായിരിക്കും അറിയപ്പെടുന്നത്, ചിലപ്പോൾ കുടുംബത്തിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്, ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്, ചിലപ്പോൾ മിനിസ്റ്ററുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പക്ഷേ ദൈവം ഇന്ന് പകൽ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്രാർത്ഥന മനുഷ്യനായി മാറാനാണ് ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേർക്ക് ആമീൻ പറയുവാനായിട്ട് കഴിയും? എബ്ബേസ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ അതിരിന്റെ വിശാലത വരുത്തി. അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ ലോകത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മൊർദെഖായി പ്രാർത്ഥിച്ചപ്പോൾ രാജ്യത്തിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. ഒരു സഭ പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞു കിടന്ന വാതിൽ തുറന്നെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, ഇന്നലെ പിശാച് വലിച്ചടച്ച ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരികയാണ്. യേശുവിന്റെ നാമം തുറന്നു വരുന്നു. യേശുവിന്റെ നാമം തുറന്നു വരികയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ പിശാച് മണ്ണിട്ട് മൂടിയത്, ഇന്നലകളിൽ പിശാച് ചവിട്ടി ഉറപ്പിച്ച ചില നന്മകൾ പുറത്തെടുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയാണോ മണ്ണിട്ട് മൂടിയത്? നിന്റെ കൃപാവരമാണോ മണ്ണിട്ട് മൂടിയത്? നിന്റെ പ്രാർത്ഥനാപരമാണോ മണ്ണിട്ട് മൂടിയത്? നിന്റെ നന്ദിയാണോ മണ്ണിട്ട് മൂടിയത്? നിന്റെ ഓപ്പറ മീറ്റിംഗാണോ മണ്ണിട്ട് മൂടിയത്? ആരാധനയാണ് മണ്ണിട്ട് മൂടിയത്? ദൈവത്തിന്റെ ആത്മാവ് വലിച്ചു തുറക്കുകയാണ്.
ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാൻ തമ്മിലുള്ള വ്യത്യാസം ദൈവം കാണിക്കാൻ പോവുകയാണ്. ആരാധിക്കുന്നവനെ ആരാധിക്കാൻ തമ്മിലുള്ള വ്യത്യാസം ദൈവം കാണിക്കാൻ പോവുകയാണ്. ഉപവസിക്കുന്നവന് ഉപവസിക്കാൻ തമ്മിലുള്ള വ്യത്യാസം ദൈവം കാണിക്കാൻ പോവുകയാണ്. വിശുദ്ധി നടക്കുന്നവന് നടക്കാത്തവനുള്ള അതിശയം കാണിക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവന് കൊടുക്കാത്തവരും തന്നെ ദൈവത്തിന് സമീപിക്കുന്നവരും വ്യത്യാസം വെളിപ്പെടുത്താൻ പോകുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് ദൈവം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസി 6 മണി സമയത്ത് വെൺമാടത്ത് കയറി പ്രാർത്ഥിച്ച പത്രോസിന്റെ അഡ്രസ് ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തു? ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ കൊർന്നേല്യോസിന് വെളിപ്പെടുത്തി കൊടുത്തു. കൊർന്നേല്യോസിന് പറഞ്ഞ് ആ പ്രാർത്ഥിക്കുന്നവന് വിളിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവന് വിളിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നീ ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ചില ഉന്നതന്മാർക്ക് നിന്റെ അഡ്രസ് കൈമാറുമെന്ന്. ഉന്നതന്മാർക്ക് നിന്റെ ഫോൺ നമ്പർ കൈമാറുമെന്ന്. വിശ്വസിക്കുന്നവർ കരമടിച്ച് പിന്നെ ഇവിടെ 10,000 പ്രസംഗര് വന്നാലും പിശാചിന് പേടിയില്ല. 10,000 പാട്ടുകാർ വന്നാലും പിശാചിന് പേടിയില്ല. ഇപ്പോഴത്തെ ആധുനിക സംവിധാനമായിരിക്കുന്ന ഈ ഉപകരണങ്ങളൊക്കെ വായിക്കാൻ നല്ല മികവും തികവും പ്രാപിച്ച 10,000 പേര് കടന്നു വന്നാലും അല്ലെ പിശാചിന് പേടിയില്ല. പ്രാർത്ഥിക്കുന്ന ഒറ്റ ഭക്തനുണ്ടോ? പിശാചിന് പേടിയാ. പിശാചിന് പേടിയാ. പിശാചിന് പേടിയാ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ പൂട്ടിക്കെട്ടാൻ ആർക്കും കഴിയത്തില്ല. ഓ നിർജ്ജന സ്ഥലം ഒരുക്കിയാണ്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുക. എഡ്വിൻ കോൾ എന്ന് പറഞ്ഞ അനുഗ്രഹ അഭിഷേകം പറഞ്ഞൊരു പദപ്രയോഗം വളരെ അർത്ഥവത്താണ്, കനമുള്ളതാണ്, ആഴമുള്ളതാണ്. പരപ്പായിരിക്കുന്ന ആശയം വാരുന്ന റച്ചനാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ ഭൂമിയിൽ അതിമനോഹരമായിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് താജ്മഹലല്ല, നയാഗ്ര വെള്ളച്ചാട്ടമല്ല, മിസ്രൈമിലെ പിരമിഡുകളല്ല, ദുബായിലെ ബുർജ് ഖലീഫയല്ല. പിന്നെയോ ഒരു അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ചേർന്ന് അരികീറി വായായിക്കൊണ്ട് ചാണം പിടിക്കുക തറയായിക്കൊണ്ട് കാട്ടിലെ വീട്ടിലെ കൂട്ടിലെവിടെ ആയിക്കൊണ്ട് മുട്ടുമടക്കി അവർ പാട്ട് പാടി ബൈബിൾ വായിച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന രംഗമാണ് അതിമനോഹരമായിരിക്കുന്ന കാര്യം. ഞാനിങ്ങനെ പറഞ്ഞു നിർത്താം. 5 കറി മോരുമില്ലെങ്കിലും പ്രാർത്ഥന കഴിക്കാതിരിക്കരുത്. ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും പ്രാർത്ഥന കഴിക്കാതിരിക്കരുത്. നിർജ്ജനമായ സ്ഥലം ഒരുങ്ങി കിടപ്പുണ്ട്. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാവൂ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വളരെ തിരക്കുള്ളപ്പോഴും യേശു പ്രാർത്ഥിക്കാൻ മറന്നുപോയി. ഓ ഹല്ലേലൂയ. തിരക്കുള്ളപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ എല്ലാവരുടെയും ശിരസുകളെ ദൈവസന്നിധാനം അടക്കുക. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനം അടച്ചു കല്ലുക. ആ കേൾക്കപ്പെട്ട ദൂതിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവത്തിന്റെ ഹിതമെങ്കിലും ഹല്ലേലൂയ. നമുക്ക് വൈകിട്ട് അതിന്റെ ബാക്കിഭാഗം ചിന്തിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പ്രമേയം നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായി എല്ലാവരും സമർപ്പിച്ചു കൊടുക്കാം. Praise the Lord, hallelujah. Oh, glory, 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 glory. Oh, rete talje, rete talje. Rete talje, rete talje, rete talje. Rete talje, rete talje, rete talje. Oh, Yeshua.